അതുപോലെ തന്നെ ആരാധനകൾ സമാധാനം നൽകും. നിസ്കരിക്കാൻ സമയമായാൽ ഇഖാമത്ത് കൊടുക്കാൻ നബി തിരുമേനി പറയെന്താണ്? ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകൂ ബിലാൽ എന്നാണ്. ഇഖാമത്ത് കൊടുക്കൂ എന്നല്ല പറയാം. കാരണം നിസ്കാരം അവർക്കൊരു സമാധാനമാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തി 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ചില സമയത്ത് ഇപ്പൊ മദീനയിൽ മസ്ജിദ് സുജൂദ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പ്രത്യേകത എന്താണ്? നബി സുജൂദിൽ വെച്ച് മരണപ്പെട്ടോ എന്ന് ഞങ്ങൾ ആശങ്കിച്ചു പോയി. കാരണം എഴുന്നേൽക്കണില്ല, ദീർഘമായി സുജൂദ് ചെയ്തു. ആ സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി ഉണ്ടായി, അതിനാണ് മസ്ജിദ് സുജൂദ് എന്ന് പറയാം. മസ്ജിദ് നബവിന്റെ അടുത്തുള്ള പള്ളി. അപ്പൊ ആ ഈ സുജൂദിലും നമസ്കാരത്തിലും വഅ്മുർ അഹ്ലക ബിസ്സല, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ കുടുംബത്തോടും നിസ്കരിക്കാൻ കൽപ്പിക്കുക. നബി ഇങ്ങനെ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോ ഫഖൂമ ഫസല്ലിയ റകഅതൈൻ ഖബ്ലൽ ഫജ്ർ, മരുമകനോടും മകളോടും വാതിലിൽ മുട്ടിയിട്ട് നബി പറയും, നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കൂ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് മിസ്സാക്കരുത് കേട്ടോ എന്നാണ്. നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് പോവുക. നിസ്കരിക്കാൻ തന്റെ കുടുംബത്തോട് പറയും. നിസ്കാരം ഒരു വിശ്വാസിയുടെ ധാർമ്മിക ശക്തിയാണ്. നിസ്കാരം മിസ്സായാൽ അയാൾ എന്ത് കണ്ടാലും, നിസ്കാരം അയാൾ തടഞ്ഞാൽ, ഒരാളിൽ വേൾഡ് കപ്പ് കണ്ടു 1:30ക്കും 2:30ക്കും എഴുന്നേറ്റിട്ട് കാണാൻ, സുബഹിക്ക് അയാൾ മിസ്സായി പോയാൽ ആ കാണുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലെങ്കിൽ ഒരു കളി കാണുന്നത് തെറ്റൊന്നുമല്ലേ, പക്ഷെ അത് ഹറാമായി മാറും എപ്പോ അത് കാരണം അയാൾ സുബഹിക്ക് എഴുന്നേൽക്കാതെ പോയാൽ. അതുപോലെ തന്നെ 5 മണിക്കൊക്കെ കളി ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്ന സമയമാണ്. ഒരു 10 മിനിറ്റ് പോയി നിസ്കരിച്ചാൽ ചില സീനുകൾ മിസ്സാവുമെന്ന് കരുതിയിട്ട് അവിടെ നിൽക്കും. നിഷിദ്ധമാണ്, ഹറാമാണ്. ചില അനുവദനീയമായ കാര്യങ്ങൾ നമ്മളെ നിർബന്ധ ബാധ്യതകൾ തടയുന്നതോ അതിൽ നിന്ന് നമ്മൾ അകറ്റി നിൽക്കുകയോ ചെയ്താൽ ഹലാലായ കാര്യം എന്ത് ചെയ്യും? ഹറാമായി മാറും. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പ്രവാചകന്മാരോടും അല്ലാഹു പറഞ്ഞിട്ടുള്ളത് വഅ്മുർ അഹ്ലക ബിസ്സലാ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്. നീ മാത്രം നന്നായ പോരാ, കുടുംബവും നന്നാവണം. കുടുംബത്തോട് നമസ്കാരത്തെക്കുറിച്ച് പറയണം. കാരണം നമസ്കാരം ഖുർറത്ത് അയ്യുൻ, കൺകുളിർമയാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ സ്ട്രെസ് കുറയും, ഭാരം കുറയും, ലഘുവാകും. മനുഷ്യനിങ്ങനെ ഭാരം കുറയുന്നത് പോലെ അനുഭവപ്പെടും. അതാണ് നമസ്കാരം എന്ന് പറയും. അങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. നമസ്കാരം മനസ്സമാധാനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന. നിസ്കാരം മാത്രമല്ല, അള്ളാഹു കൽപ്പിച്ച ഒരുപാട് ആരാധനകൾ മനുഷ്യനെന്ത് ചെയ്യും? സമാധാനം നൽകും.